ഔട്ടിംഗ് വ്ലോഗാണ്. വലിയ ദൂരത്തേക്കൊന്നല്ല, തൃശ്ശൂർക്കാണ്. പ്രത്യേകിച്ച് പ്ലാൻഡ് ഒന്നല്ല. ഇനി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, പോണം, അത്രേ ഉള്ളൂ. പിന്നെ മക്കൾക്ക് വെക്കേഷൻ ഒക്കെ കഴിയാനായല്ലോ. ഇനി സ്കൂള് തുറക്കുന്നതിന് മുമ്പ് എങ്ങോട്ടേലൊക്കെ കൊണ്ടുപോകണം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അധികം പുറത്തൊന്നും പോകാറില്ല. അപ്പൊ എന്തായാലും അവരുടെ ഒരു ആഗ്രഹം തീർക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹേ ഗായ്സ്, ഞങ്ങൾ ആദ്യം നെസ്റ്റോലാണ് പോയത്. ഇവിടുന്ന് പൊപ്പ നെസ്റ്റോയിൽ കയറുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ദാഹം ഉണ്ടാവുമല്ലോ. മിൽക്ക് ഷേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി കറങ്ങി നോക്കാണ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് ഇതാ അവർ ചോക്ലേറ്റ് ഒക്കെ പോയി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചോക്ലേറ്റും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഞാൻ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വിട്ടു. അവിടെ നിന്ന് തന്നെ ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ. അപ്പോൾ ഒരു സ്കൂൾ ബസ്സിൽ ആണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സ്കൂൾ റീ ഓപ്പണിംഗ് ടൈം ആണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റമും ഈ ഏരിയയിലുണ്ട്. ഇതാ കണ്ടില്ലേ, ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചിന്ത സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാഗ്സിനും ഒക്കെ ഓഫർ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് സ്റ്റഡി ടേബിൾ കണ്ടത്. അപ്പോൾ അവരവിടെ പോയിരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്. പിന്നെ കുറേ ബാഗ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്സ് ഒക്കെ കാണാൻ സാധിച്ചു. എന്നാൽ അവർക്ക് വാങ്ങിയില്ല, കാരണം അവർക്ക് ബുക്കൊക്കെ കിട്ടിയിട്ട് അത് എത്രയുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മെയിൻലി ഡ്രസ്സാണ് എടുക്കേണ്ടത് ഇപ്പോൾ. അപ്പോൾ നെസ്റ്റോ ഫാഷനിൽ പോവാണ്. നോ എൻട്രിയിലൂടെ ഓടി കയറുന്ന പൊപ്പൻ എഞ്ചിനീയറിംഗ് കണ്ടില്ലേ, ഇപ്പോൾ തിരിച്ചു വരും. കാരണം അവർ സെക്യൂരിറ്റി തിരിച്ചു വിട്ടതാണ്. എപ്പോഴും ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നേരായ വഴിയിലൂടെ കയറി ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് ആണ് ആദ്യം കണ്ടത്. അപ്പോൾ അതെല്ലാം ഓഫർ കണ്ടു. പിന്നെ ഡെയിലി വെയർസ് ആയ ടോപ്സും പാൻസും ഒക്കെ ഓഫറിലുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇണങ്ങുന്നില്ല. എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്ര ലെങ്തി ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരില്ല. അപ്പോൾ അതവിടെ വെച്ചു. പിന്നെ ജീൻസിനിടുന്ന ലെങ്ത് കുറഞ്ഞ ടോപ്പ് എടുത്തിട്ട് കാര്യമില്ല, ചെറിയ ഫംഗ്ഷനൊക്കെ ഇടാനല്ലേ. അപ്പം ലോങ് ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഷൂസ് ഓഫറുള്ളിടത്ത് പോയി. അപ്പോൾ ഷൂസ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളർ എൻ്റെ സൈസിന് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് എങ്ങോട്ട് പോരാണ്. ആ സമയത്താണ് പൊപ്പയും ചിന്തി അവർക്ക് വേണ്ട ചെപ്പൽസൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവർക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് വിളിച്ച് പോന്നു. പിന്നെ അവിടെ അധികം കറങ്ങിയില്ല, നേരെ ഭാരതിലോട്ട് വിട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നോൺ വെജ് വേണ്ട, വെജ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്രിഫറൻസ് ഭാരതാണ്, വെജ് മീൽസിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും. അങ്ങനെ അവിടെ പോയി മീൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അവർക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് കട്ട് ചെയ്ത് കൊടുത്തുള്ളൂ. കൂടെ ചോറും കൊടുക്കാലോ എന്നുള്ള രീതിയിൽ കേട്ടോ. ഞാൻ മിക്കവാറും പോകുമ്പോൾ എനിക്ക് വേവ് കുറഞ്ഞ ചോറാണ് ഇവിടുന്ന് കിട്ടാറ്. പക്ഷെ ഇപ്രാവശ്യം വേവൊക്കെ കറക്റ്റ് ആയിരുന്നു. കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പയ്ക്കും ചിന്തയ്ക്കും മസാല ദോശ ഇഷ്ടപ്പെട്ടു. പിന്നെ ചിന്ത കുറച്ച് ചോറും കൂടെ കഴിച്ചു. അവിടുത്തെ വെയിറ്റേഴ്സിന്റെ ബിഹേവിയർ ആണെങ്കിൽ ഇപ്രാവശ്യം നല്ല നീറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ റഷ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ സീറ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ കുറച്ച് ഹാർഷായിട്ടാണ് പറയാറ്. പക്ഷെ ഇപ്രാവശ്യം അവർ മാറിയതാണോ, അവരുടെ സ്വഭാവം മാറിയതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ല നീറ്റ്ലിയാണ് ബിഹേവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനസ്സും വയറും നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു അവിടുന്ന് പോന്നു. വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലുള്ള കല്യാൺ 99-ലാണ് പിന്നെ നമ്മൾ പോയത്. കുറച്ച് നാളായി ഞാൻ കല്യാൺ 99-ൽ പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ എത്തി ഇതാ കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊപ്പയും ചിന്തയും ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലേഡീസ് വെയർ ഉള്ളത്. അപ്പോൾ കാഷ്വൽസ് ഒക്കെ ആദ്യം ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 99 തൊട്ട് 699 വരെയാണ് ഇവിടെയുള്ള എല്ലാ ഡ്രസ്സിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ പറഞ്ഞ പോലെ ലേഡീസ് വെയറും, ഫസ്റ്റ് ഫ്ലോറിൽ കിഡ്സ് ആൻഡ് മെൻസ് വെയറും ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലോങ് ടോപ്സ് ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇവിടെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നടന്നൊന്ന് നോക്കുന്നു എന്നുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് നോക്കുകയാണ്. ട്രെൻഡി കളക്ഷൻസ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ്. അങ്ങനെ എനിക്ക് വേണ്ട ടോപ്സ് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വിട്ടു, കിഡ്സ് സെക്ഷനിലേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് പപ്പയ്ക്കും ചിന്തയ്ക്കും ഇഷ്ടപ്പെട്ടത് എനിക്ക് പിടിക്കില്ല, എനിക്ക് പിടിക്കുന്നത് അവർക്ക് പിടിക്കില്ല. അങ്ങനെ ഒരു വിധത്തിൽ സെറ്റ് ആക്കിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തു. കാഷ്വൽ വെയേഴ്സ് ആണ് എടുത്തത് കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെൻസ് വെയേഴ്സ് അധികം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഇവരിങ്ങനെ ഈ സെക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് മെൻസിൻ്റെ കളക്ഷൻ്റെ അടുത്ത് അധികം അങ്ങോട്ട് നീങ്ങാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വേണ്ട ടോപ്പാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു ടോപ്പും കൂടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ് സ്പോട്ടിൽ കയറിയിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. എനിക്ക് ജ്യൂസ് കുടിക്കണം എന്നായിരുന്നു, പക്ഷേ അവിടെ ഐസ്ക്രീം മാത്രം കിട്ടുള്ളൂല്ലോ. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ നേരെ
പാർക്കിലോട്ട് വിട്ടു. അവർക്ക് പാർക്കിൽ പോകണമെന്നായിരുന്നു. ഞാൻ ഓൾറെഡി ഭയങ്കര എക്സോസ്റ്റഡ് ആയി ഈ ചൂടും പിന്നെ അതുപോലെ ഷോപ്പിങ്ങും ഇവരുടെ പിന്നാലെ ഓടലൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ പാർക്കിൽ പോകണമെന്ന് ഒറ്റ നിർബന്ധം രണ്ടുപേർക്കും. അങ്ങനെ കുറച്ച് നാളായി പാർക്കിലൊക്കെ പോയിട്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ എനിക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ പൊപ്പൊക്കെ കണ്ടില്ലേ, ഒരു പേടിയില്ലാണ്ടാണ് എല്ലാത്തമ്മലിക്കും കയറുന്നത്. എന്തായാലും അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നുമില്ലെങ്കിൽ വീഴുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ്. നമ്മളിപ്പോൾ ഗുരുവായൂർ പാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലല്ലേ ഉള്ളൂ. ഇത് കുറേ വലിയ പാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ സ്ലൈഡൊക്കെ ആണെങ്കിലും വലിയ സ്ലൈഡ്സ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പൊപ്പ പോകുന്നവിടത്തായിരിക്കില്ല ചിൻ്റെ പോവുക, ചിൻ്റെ പോകണമായിരിക്കില്ല പൊപ്പ പോവുക. ഞാൻ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ അവരെ കളിക്കാൻ വിട്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പുറകിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടയേർഡാവും, പക്ഷേ എന്തായാലും നമ്മൾ കുട്ടികൾ വീഴാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാത്ത ഏരിയ ആണ് അല്ലേ. അപ്പോൾ പലരും വരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിനൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൺവെട്ടത്ത് തന്നെ നിർത്തണം അവരെ. ഇത്രയും തിരക്കുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അത് ഇവിടെ ആയിക്കോട്ടെ, പബ്ലിക് പ്ലേസസിലായിക്കോട്ടെ, വല്ല കല്യാണത്തിനായിക്കോട്ടെ, എന്തിന് പോവുകയാണെങ്കിലും നമ്മൾ അവരെ അങ്ങോട്ട് കുറേ നേരം ലീവ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ ലോകത്ത് പോയി ഇരിക്കരുത്. അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം. അങ്ങനെ വരുന്നത് വഴിക്ക് നിറനീണ്ടി പാൽ സർബത്ത് കിട്ടുന്ന ഒരു കടയിൽ നിർത്താനായിട്ട് ഓട്ടോ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ശക്തൻ സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ശക്തനിൽ പോകുന്നത് വഴി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെയും പാറമേക്കാവിൻ്റെയും തൊട്ടടുത്തുള്ള ഒരു നിറനീണ്ടി സ്പെഷ്യൽ സർബത്ത് കിട്ടുന്ന ഷോപ്പിൽ പോയി. അങ്ങനെ അതൊരു ചെറിയ ഷോപ്പാണ്, പക്ഷെ നല്ല വൈബായിരുന്നു അവിടെ. എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വയ്യാത്തതുകൊണ്ട് തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്